நீ என்ன லவ் பண்ண? நான் லவ் பண்ணல. அவதான் வந்தா. லவ் பண்ணி அவதான் எப்படி சுத்தி சுத்தி வந்தா. நான் லவ் பண்ணல. நான் சொன்னேங்க, எனக்கு வேணாம், எனக்கு இதெல்லாம் தெரியாது, என்ன விட்டுடுன்னு சொன்னேன். ப்ளீஸ் நீ இல்லைன்னா செத்துருவேன்னு சொன்னா. அவதான் சொன்னா. இப்ப எங்க? அப்ப புரியல, இப்ப புரியுது. சாவர வரைக்கும் என் கூட இருப்பேன்னு சொன்னல, அது இப்ப புரியுது. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലീസ് ഞാനിപ്പോഴും പറയാണ്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെയാണ് മൂവിയുടെ ഏത് മൂവിയാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 മൂവിയായിരുന്നു. അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ STRന്റെ ഒരു പടം പോലും റിയാക്ഷൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ 1-2 പടങ്ങൾ മാത്രമേ നമ്മൾ രണ്ടുപേരും പേഴ്സണലി കണ്ടിട്ടുള്ളൂ. മാനാട് അതൊക്കെയാണ്, അതുകൊണ്ടൊക്കെ നമ്മളത് ചെയ്യാറുന്നതും അത് ഉൾപ്പെടുത്താതിരുന്നതും. നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന മന്മഥൻ വല്ലഭനായിരുന്നു 2 മൂവീസ്. പക്ഷെ നമുക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് മന്മഥനായിരുന്നു. ആൻഡ് മന്മഥൻ ഏകദേശം 73%, 75 അങ്ങനെ എന്തോ ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മന്മഥനാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2004 ഇറങ്ങിയ പടം. ആൻഡ് ഇതിന്റെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കമന്റ് കണ്ടാ, നിങ്ങൾ ഏ മൂവീസ് ആണ് എടുത്ത് ചെയ്യുന്നതെന്നുള്ളത്. കാരണം നമ്മൾക്ക് തന്നെ അറിയില്ല ഇതിനകത്ത് ഏ കണ്ടന്റ് എന്താ സംഭവം ഉള്ളതെന്നുള്ളത്. കാരണം കഴിഞ്ഞ മൂവി ആണെന്നുണ്ടെങ്കിൽ ഏതായിരുന്നു നമ്മൾ ചെയ്തത്? പിന്നെ വേറെ പടം ഉണ്ടായിരുന്നു. അത് നമുക്ക് സജഷൻ അതാണ് വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളെടുത്ത് ചെയ്യുന്നതല്ല. അപ്പൊ ഈ മൂവിയിൽ എന്താ അങ്ങനെ കണ്ടന്റ് ഉള്ളതെന്ന് അറിയില്ല. കാരണം നമ്മുടെ STR പടം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടേക്കുന്നത് കുറച്ചൊരു അടിച്ചുപൊളി സംഭവങ്ങളൊക്കെ, പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് ഭയങ്കര അടിച്ചുപൊളി സംഭവങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ എന്താ സംഭവം എന്നുള്ള അറിയില്ല. ജ്യോതിക മാമാണ് ഇതിന്റെ അകത്ത് ഹീറോയിൻ വരുന്നത്. പിന്നെ അത് മാത്രമല്ല സന്താനം, അതുൽ കുൽക്കർണി, പിന്നെ നമ്മുടെ ഗൗണ്ടമണി, അങ്ങനെ ഒരുപാട് ആൾക്കാർ സിനിമയിൽ 2004 ഈ പടം ഇറങ്ങിയത്. നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂവി നമ്മുടെ അജിത് സാറിന്റെ അട്ടഹാസ മൂവിയുടെ കൂടെ ഇറങ്ങി എന്നാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ആ മൂവിയുടെ കൂടെ ഇറങ്ങിയിട്ട് ഇതാണ് ഹിറ്റായെന്ന് പറയുന്നത്. ഏകദേശം 150 ദിവസം പടം ഓടിയിട്ടുണ്ട്. അതും കണ്ടന്റ് ഉണ്ടായിട്ടും കൂടി ആ 150 ദിവസം പടം ഓടി എന്നുള്ളതും സംഭവമാണ്. ആൻഡ് അത് മാത്രമല്ല മറ്റേ അട്ടഹാസത്തിന് മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ആ സമയത്ത്. അതും ദിവാലി റിലീസായിരുന്നു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഡയറക്ടറുടെ പേരെന്തായിരുന്നു? AJ മുരുകൻ എന്നാണ്. അദ്ദേഹം ഡെബ്യൂട്ടായിട്ട് ചെയ്ത സിനിമയും കൂടിയാണ്. ആൻഡ് അത് മാത്രമല്ല യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക്. നമ്മളിപ്പോ അടുത്ത് ചെയ്യുന്ന 1-2 സിനിമകളിലൊക്കെ യുവൻ ശങ്കർ രാജ. അത് മാത്രല്ല മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ മൂവിയില് നമ്മുടെ STR ഡ്യുവൽ റോളിലാണ് ഉള്ളതെന്ന് പറയുന്നത്. അതാണ് സംഭവം, ഡ്യുവൽ റോൾ. വേറെ കാര്യമായിട്ട് പേഴ്സണലി ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതിലത്തെ പാട്ടുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പടം ഞാൻ കണ്ടിട്ടില്ല. പാട്ടുകൾ ഞാൻ അധികം കേട്ടിട്ടില്ല. ഞാൻ വല്ല പാട്ടാ പിന്നെയും കുറച്ച് കേട്ടേക്കണം. കാരണം ഈ പടം തമ്മിൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഇല്ലേ? കാരണം മറ്റേല് നമ്മളെ STRും നയൻതാരയും അല്ലേ, ഇതിന്റെ അകത്ത് വരുന്നത് നമ്മളെ STRും ചോദിക്കണം. അതാണ്, പക്ഷെ ഭയങ്കര എന്തൊക്കെയോ പേരുകൾ ലുക്ക് ഏകദേശം എവിടേക്കല്ലോ അല്ലെ. പക്ഷെ അതിന്റെ അകത്ത് എനിക്ക് ആ പല്ലൊക്കെ ഇങ്ങനെ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടർ ഇല്ല, കണ്ണടയൊക്കെ വെച്ചിട്ട് സംഭവം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താ പടം വരാൻ പോകുന്നുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് എന്താ പറയാ കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യണ്ട, ഈ മൂവി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട സ്ഥിതിക്ക് എന്തായാലും അത്രയും പേര് വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റെസ്പെക്ട് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കമന്റ് ബോക്സ് കണ്ടു നോക്കിയാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ തോന്നില്ല, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സീനിൽ പോവാം. ഇത് ചിലപ്പോ അതും രജനി സാറിന്റെ മറ്റേ എഴുതുന്നതല്ലേ കാണിക്കുന്നത് സിംബു തന്നെ പറയുന്നത്. സിംബോ അങ്ങനെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ നല്ല ക്യൂട്ടല്ലേ. പേര് വരുന്ന മന്മഥൻ. Only God can judge him. Okay. I will call you later. Bye bye. അത്രക്കൊക്കെ ഉണ്ടോ? ഗോഡ് ക്യാൻ ജഡ്ജ് ഹിം എന്നൊക്കെ സംഭവം ക്യാരക്ടർ നോക്കാം. ഡ്യുവൽ റോൾ എന്നല്ല പറയണേ. ഡ്യുവൽ റോൾ വരുമ്പോൾ കോംപ്ലിക്കേഷൻ ആയിരിക്കും എപ്പോഴും. ചിലപ്പോൾ ഒരാൾ വില്ലനായിരിക്കാം. ഹലോ, ഒരു പേഷ്യന്റ് വന്നിருக்காரு. என்ன ப்ராப்ளம் தெரியல மேடம், எதுவும் பேச மாட்டேங்கிறாரு, ரொம்ப அப்நார்மலா இருக்காரு. சரி அனுப்புங்க. ஓகே மேடம்.
അബ്നോർമലാ മദൻ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ സിംബു അവിടെ എഴുതിയാണ്. യുവൻ ശങ്കർ രാജ അതിന്റെ സൈക്കോ മ്യൂസിക് ഗൗണ്ടമണി ഒരു തീരുള്ള മ്യൂസിക് പോലില്ല സിന്ധു കോളനി ഇപ്പൊ കണ്ട ആളെ അതുൽ കുൽക്കർണി. മന്ദിര ബേബി അതുൽ കുൽക്കർണി മറ്റേ നമ്മളെ ഉഗ്രത്തിലുണ്ടായ അദ്ദേഹമാണോ അല്ലെ? കനൽ കണ്ണൻ സ്റ്റണ്ട് നമ്മൾ കേട്ടിട്ടില്ല, മലയാളത്തിലേക്ക് ചെയ്യാറുണ്ട്. അവിടെ എത്തുന്നില്ല പക്ഷെ അത് ഷോർട്ട് അങ്ങനെ കാണിച്ചേക്കണം. അല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു വിഷ്വലും നമ്മൾ നല്ലോണം ഇതാവുന്നുണ്ടല്ലേ, മാച്ച് ആവുന്നുണ്ട്. യുവൻ ശങ്കർ രാജ ഡയറക്ഷൻ സൂപ്പർവൈസർ സിലംബരസൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഡയറക്ടർ അല്ലേ? അയ്യോ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഷോട്ടാണോ? ഇത് പാവം ക്യാരക്ടർ ആണെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. You can go. Okay. മദൻ മദൻ കണ്ണത്തിറങ്ക. മദൻ കണ്ണത്തിറങ്ക പ്ലീസ്. മദൻ കണ്ണത്തിറങ്ക. കണ്ണു തുറന്നിട്ട് ഇങ്ങനെയാ. சொல்லுங்க என்னாச்சு? ലവ്. யாரு? ஒரு பொண்ணு. பேரு? பூஜா. பூஜாக்கு என்னாச்சு? மதன் சொல்லுங்க, பூஜாக்கு என்னாச்சு? மதன் சொல்லுங்க, பூஜாக்கு என்னாச்சு? மதன் അതെന്ത് போயிட்டா போயிட்டா ஓடி போயிட்டா. உயிருக்கு பிற காதலிச்சா என்ன உடனே போயிட்டா. அனாத எங்க அப்பா வேலை கிடையாது. இந்த பூச்சி எங்க வந்து கூட எனக்கு தெரியாது தெரியாது. அப்புறம் நீ என்ன லவ் பண்ண? நான் லவ் பண்ணல. அவதான் வந்தா லவ் பண்ணி அவதான் எப்படி சுத்தி சுத்தி வந்தா. நான் லவ் பண்ணல. நான் சொன்னேங்க எனக்கு வேணாம், எனக்கு இதெல்லாம் தெரியாது, என்ன விட்டுடுன்னு சொன்னேன். ப்ளீஸ் நீ இல்லைன்னா செத்துருவேன்னு சொன்னா. அவதான் சொன்னா. இப்ப எங்க போயிட்டா ஒருத்தரோட போயிட்டா. காசு பணம் பங்களா அது இதுன்னு சொல்லிட்டு ஒருத்தன் வந்தான்னு சொல்லி என்ன தூக்கி எடுத்துட்டு விட்டு போயிட்டா. സിംഗിൾ ഷോട്ട് போயிட்டா. ക്യാമറയിൽ നോക്കിയിട്ട് പറയുന്ന ഒരു ഇതുണ്ട്. நீ ஒரு அனாதை நாய். நீ என்ன லவ் பண்ண? உன்னை செருப்பால் அடிக்கணும்டா. செருப்பால் அடிக்கணும். என்ன அடிக்கணும். என்ன செருப்பால் அடிக்கணும். லவ் பண்ண தெரியாத லவ் பண்ண. அவன் அடிக்கடி ஒன்று சொல்லுவா. என்ன போல ஐயோ அவன் சொல்லுவா, சாப்பிட்டு வரைக்கும் போக கூடவே பண்ணு. அப்ப புரியல, இப்ப புரியுது. சாவர வரைக்கும் என் கூட இருப்பேன்னு சொன்னால அது இப்ப புரியுது. പല ട്രോളിലും விட்டு போனாலும் அன்னைக்கே நான் செத்துட்டேன். இப்ப வெறும் போன மாதிரி உங்க முன்னாடி உட்காந்துருக்கேன். இந்த சட்டையெல்லாம் போட்டு ലവ് ഫീൽ ചെയ്യും. அசிங்கமா உங்க முன்னாடி உட்காந்துருக்கேன். அப்போ மறக்க முடியல. மதன் கூல் டவுன். பூஜா போனா போறா, அவ இல்லைன்னா இன்னொருத்தி. தப்பு பேசுறீங்க. எப்படி இன்னொருத்தி? தப்பு. அது தப்பு. ஒரு விஷயம் நல்லா தெரிஞ்சுக்கோங்க. ஒருத்தருக்கு ஒரு அம்மா தான். அதே மாதிரி ஒருத்தருக்கு ஒரே ஒரு காதலி தான். அப்படி மத்ததுக்கு ஆசைப்பட்டு போறானா அதெல்லாம் அசிங்கம். அசிங்கம். எச்ச அவளை என்னால மறக்க முடியல. காதல்லாவே ரோஜா பூதான். அவளை எவ்வளவு
ரோஜா பூ மாதிரி அழகா வளர்த்து வச்சிருந்தேன். ஆனா போகும்போது அப்படியே சும்மா வேரோட இழுத்து புடிங்கிட்டு போகும்போது அந்த புல்லெல்லாம் அப்படியே குத்தி 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 உடம்பெல்லாம் ஃபுல்லா ரத்தம் 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 ഓ ഫുള്ളല്ലേ പെർഫോമൻസ്. നല്ല പെർഫോമൻസ്. Madan, calm down Madan, calm down please. ப்ளீஸ். அழாதீங்க, இல்ல என்னால முடியலங்க. அழாதீங்க. It's okay. അവിടെ വെറുതെ സീനാക്കി. അറിയില്ല. സ്റ്റോറി സ്ക്രീൻ പ്ലേ ഇത് തന്നെയാണ് സ്ക്രീൻ പ്ലേ സംഭവം. ആ ഡയലോഗ്സ് ഒക്കെ അങ്ങനെയല്ലേ ഉള്ളേ. ഓ അപ്പൊ പുരിയില്ല ഇപ്പൊ പുരിയുന്നു. ആ ഡയലോഗ് ഭയങ്കര ഫേമസ് ആണ്. അത് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൈക്കോണോ ക്യാരക്ടർ? ഇത്ര നേരല്ലേ മറ്റേ ഇതൊക്കെ പറഞ്ഞത്. തപ്പ് 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 തപ്പ്. എന്താണ് ബ്ലാക്ക് മാജിക്കോ? എന്നൊക്കെ നമ്മള് നമ്മള് പറയണം ഇപ്പൊ പുരിയില്ലേ, ഇനി അപ്പൊ പുരിയുന്നു. അല്ല ഡബിൾ റോൾ ഇല്ലേ? എന്താണ് സോങ് ആണോ എന്തെങ്കിലും പറഞ്ഞത്? സിംബുന്റെ ലുക്ക് അല്ലേ? ലുക്ക് ലുക്ക് കിട്ടും ലുക്ക് ഇട്ടാ. പ്രത്യേകിച്ച് ബ്ലാക്ക് ഡ്രസ്സിലെല്ലാം ഭയങ്കര സ്റ്റൈലിഷ്. ഭയങ്കര സ്റ്റൈലിഷ്. ആ മുടി മുടി ആ ഡോക്ടറാണോ അത്? അതായത് അവിടെ മറ്റേത് കാണിക്കുന്നവരെ ഇവൻ ഇമാജിനേഷൻ വേൾഡ് പോലെ കാണിച്ച നമ്മളെ കുറച്ച് അല്ലേ. അതായത് ആ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ പോലെ ഇല്ലേ കുറച്ച്. ഈ ഡ്രസ്സ് നമ്മൾ കാണാറില്ലേ ബർത്ത്ഡേ മാഷപ്പിലൊക്കെ, വൈറ്റ് കളർ, വൈറ്റ് ആൻഡ് വൈറ്റ്. എനിക്കൊന്ന് യുവൻ ശങ്കർ രാജയുടെ ഒരു സാധനം ഇല്ലേ ഡിജമിലെ പാട്ടായിട്ട് തോന്നില്ലല്ലോ. സിംബുന്റെ കണ്ണ് ഭയങ്കര 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 ലൈൻ ഫീൽ കേട്ടോ. ഭയങ്കര ഭയങ്കര. ആ ഹീറോയിനും അങ്ങനെ തന്നെ കേട്ടോ, കണ്ണാണ് ഫോക്കസ് ആവുന്നത് പെട്ടെന്ന്. എനിക്കൊന്ന് ഇതൊരു വേൾഡ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്ന പോലെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് ഈ സിനിമ. അല്ല